നമ്മുടെ പബ്ലിക് എക്സാമിന് വേണ്ടിയുള്ള റിവിഷൻ സീരീസ് നമ്മളിങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. 1ഉം 2ഉം ചോദ്യങ്ങളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒത്തിരി ചോദ്യങ്ങൾ നമുക്ക് പാടാണ് ഇത്രയും കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ. അതുകൊണ്ടാണ് ഉള്ള സമയത്ത് നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരുന്നത്. നല്ല ക്വസ്റ്റ്യൻസുകളാണ്, നിങ്ങൾക്ക് എക്സാമിന് കാണാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ട മാത്രം, അല്ലെങ്കിൽ വേണ്ട ലൈക്കും, ഇഷ്ടപ്പെട്ട മാത്രം, അത്രയേ ഉള്ളൂ. ഓക്കെ. ഫൈൻഡ് എക്സ് ആൻഡ് വൈ ഇഫ് 2x - 3 5 3x + 2y 6 7 5 1 6. എക്സിനെ വൈയും കണ്ടുപിടിക്കണം. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, ഈ മെട്രിക്സ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ. അപ്പോൾ നമുക്കറിയാം 2 മെട്രിക്സുകൾ തമ്മിൽ ഈക്വൽ. അപ്പോൾ എന്താ ചിന്തിക്കേണ്ട? 2 മെട്രിക്സുകൾ തമ്മിൽ ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സുകൾ തമ്മിൽ ഈക്വൽ ആയിരിക്കണം. എന്താ ഈ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫസ്റ്റുമായിട്ട് ഈക്വൽ ആയിരിക്കണം. അതുപോലെ സെക്കൻഡ് നമ്പറുകൾ ഈക്വല, തേർഡ് ഫോർത്ത് ഈക്വല, പിന്നെ ഇവന്മാർ തമ്മിലും ഈക്വൽ ആയിരിക്കണം. ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്. ഓക്കെ. എപ്പോഴും 2 മെട്രിക്സുകൾ ഈക്വൽ ആവണമെങ്കിൽ അതിൻ്റെ ഓർഡറുകൾ ഈക്വലാണ്. അതൊക്കെ വിട്ടുതരാം, അതൊന്നും വേണ്ട. കറസ്പോണ്ടിങ് പൊസിഷൻസ് ഈക്വൽ ആക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 2x - 3 ഈസ് ഈക്വൽ ടു ആര് നിൽക്കട്ടെ 7. ഓക്കെ. അവിടെ -3 അപ്പുറത്ത് ചെല്ലുമ്പോൾ എന്താ സംഭവിക്കുന്നത് മോനെ? 2x = 7 + 3. ആൻസർ ആരെ കിട്ടി? 10. 2x റിട്ടേൺ. x = 5. അത്രേ ഉള്ളൂ, പിന്നെ അല്ല. അപ്പോൾ x കിട്ടി മോനെ. x കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? y വേണം. അതിന് വേണ്ടി എന്താ അടുത്ത് ചെയ്യേണ്ടത്? ഇത് തമ്മിൽ ഈക്വേറ്റ് ചെയ്യണം. കണ്ടോ, ഈ പൊസിഷന് ഇവിടെ ഈ പൊസിഷനാണ്. അപ്പോൾ അതും ഈക്വേറ്റ് ചെയ്യുമ്പോൾ 3x + 2y = 1. x 5 കിട്ടിയ സ്ഥിതിക്ക് 3 × 5 + 2y = 1. 15 + 2y = 1. 2y = 1 - 15 + 15 അപ്പുറത്ത് പോയി. ദാറ്റ് ഈസ് 2y = -14 ആൻഡ് y = -14/2 = -7. കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതേപോലത്തെ ഉള്ളത് മെട്രിക്സിനൊക്കെ എപ്പോഴും എക്സാമിനുണ്ടാവും. ഇങ്ങനെ 2 മെട്രിക്സുകൾ ഈക്വൽ. ചിലപ്പോൾ ഇവിടെ ഒരു നമ്പർ കാണും, ചിലപ്പോൾ 3, അവിടെ ഒരു 2. അപ്പോൾ അകത്തോട്ട് ഇൻറ്റു ചെയ്തിട്ടേ ഈക്വേറ്റ് ചെയ്യാവുള്ളൂ. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ പ്രതീക്ഷിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അടുത്ത ക്വസ്റ്റ്യനായിട്ട് ഉടൻ തന്നെ എത്തും. ഗുഡ് ബൈ.